ഈ യുഡിഎഫിന്റെ ഭരണകാലത്ത് സ്കൂളുകൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അനുമതി ലഭിച്ചില്ല എന്ന് അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി എൽഡിഎഫ് ഭരിക്കുന്നു. ആ സമയത്ത് വീണ്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? യുഡിഎഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നയമെന്ന നിലയിൽ അവരാർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ അപേക്ഷ എൽഡിഎഫിന്റെ കാലത്ത് ആർക്കും കൊടുത്തിട്ടില്ല. കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. അതല്ല അല്ല അല്ല അതല്ല എടോ താനെ എടോ നിങ്ങൾ ചോദിച്ചാൽ മതി. അത് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് അറിയാവുന്നതുകൊണ്ട് അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമായിക്കൊള്ളാം. പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത്. അതെ, തീവ്രവാദി എന്ന് പറഞ്ഞാൽ മത തീവ്രവാദി എന്നുള്ളതല്ല. അയാൾ ആരായിരുന്നു എന്നും അയാൾ MSFന്റെ പ്രവർത്തനായിരുന്നു. തന്നോട് ചോദിച്ചില്ലടോ. ഒരാൾ ചോദിച്ചാൽ മതി. അത് എൻ്റെ അനുഭവത്തിൽ അതുണ്ട്. അത്ര മാത്രമല്ല. ഇനി കൂടുതൽ അതിനെ പറ്റി ചോദിക്കണ്ട. ഒന്നുമില്ല അന്നത്തെ വേറെ ഒന്നും വേണ്ട. അയാൾ വന്ന് ഈ സാധനം കൂടെ എന്തിനാ എന്റെ കുത്തിപ്പിടി കടുത്ത വാക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവകാശവും ഇത് ഉള്ളതുകൊണ്ട് അല്ല, ഞാൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ഒരാളെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി വന്ന് ഇങ്ങനെയുള്ള അല്ല ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. തന്റെ ചോദ്യം ഒരു മറുപടി തരാൻ ഞാൻ വേറൊരാൾ ഇതുപോലെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ കയറി ഇങ്ങനെ വരികയാണ്. എനിക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ പറയും ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള നല്ലെന്ന് ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. ശിവഗിരിയാണ്. എന്ത് ഞാൻ ചോദിച്ചാൽ ഞാൻ ശിവഗിരി ഇരുന്നു മതവിദ്വേഷം പറഞ്ഞു ഒന്ന് വരുത്തുക അവരുടെ ഉദ്ദേശം. അത് എത്രയോ നാളായിട്ട് തുടങ്ങി. മുസ്ലിം ലീഗ് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്? തെക്കൻ ജില്ലകളിലേക്ക് നോക്കുമ്പോൾ അവരെ മറ്റു മലപ്പുറത്തിന് കണക്ക് മാത്രമാണ് പറയുന്നത്. മറ്റു ജില്ലകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾ അയാളൊന്ന് ചോദ്യം നിൽക്കുന്ന ഒരു ഉത്തരം പറയാൻ ഞാനത് പറഞ്ഞില്ല. എയ്ഡഡ് അൺഎയ്ഡഡ് അത് പറഞ്ഞില്ല. അൺഎയ്ഡഡ് കോളേജ് ഒരെണ്ണം സ്വാശ്രയം നമ്മുടെ അന്ന് കിട്ടിയ ഒന്നല്ലല്ല ഒരുപാട്. ഉമ്മൻചാണ്ടി എന്ത് സ്വാശ്രയം കിട്ടി ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്താണ്. ഉമ്മൻചാണ്ടി കാലത്ത് 13 ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് 13 തന്നിട്ടുണ്ട്. ലീഗിനെ പറ്റി പറയുമ്പോൾ ചൊറിയണം. എന്താണ് ലീഗിനെ പറ്റി പറയാൻ കാര്യമുണ്ട്? നിങ്ങൾ നാളുകൂടെ കേക്ക്. എന്നിട്ട് എന്നോട് ചോദ്യം ചോദിച്ചു. ലീഗിനെ പറ്റി പറയാൻ കാരണം ഞങ്ങൾ അണ്ണനും തമ്പിയും കൂടെ ഒന്നിച്ച് നടക്കരുന്നേ. നടന്ന കാലത്ത് ഞങ്ങൾ എന്താ പറഞ്ഞത്? UDFന് ഇറങ്ങണം, നമുക്ക് LDFന് ഇറങ്ങണം, നമുക്ക് ഭരണത്തിൽ വരണം. അതുകൊണ്ട് പിന്നോക്ക സമുദായക്കാരെ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോക്ക സമുദായ മുന്നണി എന്നും സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം തന്നെ സൂപ്പിയും കീപ്പിയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റിനെ ഇറക്കാനും ഈ UDF ഗവൺമെൻറ്റിനെ കയറാനും വേണ്ടി അവരോട് കൂടി കൂട്ടുനിന്ന് അന്ത്യം വരെ പ്രവർത്തിച്ച് അവർ പറഞ്ഞതനുസരിച്ച് എത്ര ജാഥ പ്രകടനം എന്തിന് അന്ന് നടത്താനുള്ള ചിലവ് വരെ ഇതിനെ കൊണ്ട് ചെലവിപ്പാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയണേ, എൻ്റെ കൂടെ പറയണ കേൾക്കണം. ഇവർ തരാത്തതിൻ്റെ അല്ല. അപ്പോൾ മറ്റാരേക്കാളും ഞങ്ങൾക്ക് തരാമെന്ന് ഉറപ്പ് പറഞ്ഞത് ആരാണ്? ഇവരല്ലേ. ഭരണത്തിൽ വന്നാൽ ഞങ്ങൾക്ക് എല്ലാം തരും. കയറിക്കഴിഞ്ഞിട്ട് പുറകെ കിടന്നിട്ട് ഞങ്ങൾക്ക് എന്ത് തന്നു? അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത്. ഞങ്ങൾ അവരെ വിറക്കാൻ നിന്നിട്ട് ഇവർ കയറിയിട്ട് തരാത്തതുകൊണ്ടാണ് പറയണത്. അല്ലാതെ ഞങ്ങൾ മറ്റൊരാട് തരണമെന്നും പറഞ്ഞ് നടന്നില്ലല്ലോ. അത് തരാത്തപ്പോ അവർ കൊടുത്തോട്ടെ. ലീഗിന് കൊടുക്കുന്നത് ഞങ്ങളാരും പറഞ്ഞോ? ഞാൻ നിങ്ങളുടെ ചോദ്യം മറുപടി പറയണല്ലേ. അത് നിങ്ങൾ ചോദിക്കണം. അവർ ആർക്കും മുസ്ലിം എല്ലാവർക്കും കൊടുത്തോട്ടെ. സാമൂഹ്യ നീതി നടപ്പാക്കണ്ടേ? അവരെ കയറാൻ വേണ്ടി ഞങ്ങൾ നടന്നല്ലേ. അപ്പോഴല്ലേ പറഞ്ഞു നരേന്ദ്ര കമ്മീഷൻ വെപ്പിക്കാനും ഞങ്ങൾ കൂടെ നിന്നല്ലേ. മുസ്ലിങ്ങൾക്ക് പോസ്റ്റിന് കുറവുള്ള പാട്ട് കൊടുത്തില്ലേ. അപ്പം ഞങ്ങൾക്ക് എന്ത് ധരിക്കാന്ന്?